സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് തിരഞ്ഞെടുത്ത ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 64 വാക്യം 8. എങ്കിലോ യഹോവേ, അങ്ങ് ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും അങ്ങ് ഞങ്ങളെ മനയുന്നവനുമാവുന്നു. ഞങ്ങളെല്ലാവരും അങ്ങയുടെ കൈപ്പണി അത്രേ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 8 വാക്യത്തിൽ ഒരു യാഥാർത്ഥ്യമാണ് നാം കാണുന്നത്, ഒരു സത്യമാണ് നാം കാണുന്നത്. സൃഷ്ടാവും സൃഷ്ടിയും അഥവാ ദൈവവും ദൈവത്തിൻ്റെ കൈവേലയും ഈ വാക്യത്തിൽ വളരെ വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ സൃഷ്ടാവായ ദൈവം മനുഷ്യനെ മെനയുന്നത് നാം കാണുന്നുണ്ട്. 6 ദിവസം കൊണ്ട് ദൃശ്യവും അദൃശ്യവുമായ സകല ചരാചരങ്ങളെയും വിളിച്ചു വരുത്തിയ ദൈവം മനുഷ്യനെ മാത്രം വ്യത്യസ്തമായി സൃഷ്ടിച്ചു എന്നാണ് വചനം പറയുന്നത്. ഒരൽപ്പം മണ്ണ് തൻ്റെ കരങ്ങളിൽ എടുത്ത് ഒരു പുരുഷൻ്റെ രൂപമുണ്ടാക്കി അവൻ്റെ നാസാരന്ധ്രങ്ങളിൽ ജീവശ്വാസം പകർന്നു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് വചനം പറയുന്നു. ഇങ്ങനെ മനുഷ്യനെ ഉണ്ടാക്കിയ ശേഷം ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിൽ ഒരു തോട്ടമുണ്ടാക്കുകയും ആ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനുമായി അവിടെയാക്കി. ദൈവം സൃഷ്ടിച്ച ഈ ആദി മനുഷ്യന് പിന്നത്തേതിൽ ഒരു സ്ത്രീയെയും നിർമ്മിച്ച് നൽകുകയുണ്ടായി. ഇങ്ങനെ ദൈവം ഒരു കുടുംബം സൃഷ്ടിച്ചാണ് ഏദൻ തോട്ടത്തിലാക്കുവാനിടയായത്. പുരുഷനും സ്ത്രീയും ദൈവത്തിൻ്റെ കൈവേലയാണ്. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്നത്, എങ്കിലോ യഹോവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾ കളിമണ്ണാണ്, അങ്ങ് ഞങ്ങളെ മനയുന്നവനാണ്, ഞങ്ങളെല്ലാവരും അങ്ങയുടെ കൈപ്പണി അത്രേ. മനുഷ്യൻ്റെ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നാം കാണുകയാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നിരിക്കെ ദൈവം വളരെ ലളിതമായിട്ടാണ് മനുഷ്യനെ നിർമ്മിക്കുന്നത്. ഒരുപക്ഷെ വലിയ വലിയ ഗ്രഹങ്ങളായ സൂര്യനെയും ചന്ദ്രനെയും മറ്റു ആകാശഗോളങ്ങളെയും പല പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹങ്ങളെയും എണ്ണിക്കൂടാത്ത നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചതുപോലെ മനുഷ്യനെയും സൃഷ്ടിക്കാമായിരുന്നു. എന്നാൽ വളരെ വ്യത്യസ്തമായി മനുഷ്യന് മാത്രം തൻ്റെ കരങ്ങളാൽ മെനയുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ഛായയിൽ അഥവാ ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട മനുഷ്യന് പിന്നത്തേതിൽ മണ്ണിലേക്ക് മടങ്ങേണ്ടി വരുമെന്നും ആദ്യ മനുഷ്യരോട് ദൈവം കൽപ്പിച്ചു. ഈ ഭൂമിയിൽ തീർത്ഥാടകരായി അഥവാ പരദേശികളായി നാം ജീവിക്കുമ്പോൾ ഈ ഒരു ബോധ്യം എല്ലാ മനുഷ്യർക്കും അത്യന്താപേക്ഷിതമാണ്. ഞാൻ ദൈവത്തിൻ്റെ കൈവേലയാണെന്നും ഈ എൻ്റെ ശരീരം എത്ര ആരോഗ്യമുള്ളതെങ്കിലും എത്ര മനോഹരമാണെങ്കിലും ഇത് വെറും കളിമണ്ണുകൊണ്ട് മെനഞ്ഞതാണെന്നും നാം എപ്പോഴും
ഓർക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ശരീരത്തിൽ അഹങ്കരിക്കുവാനായിട്ട് ഒന്നുമില്ല. ദൈവത്തിൻ്റെ ശ്വാസം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നിടത്തോളം നാം ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ളവരായി കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനും ദൈവവുമായി ഒരു വലിയ ബന്ധമുണ്ട്. കാരണം നാം സ്വയംഭൂവല്ല, അഥവാ നാം നമ്മെ സൃഷ്ടിച്ചു എന്നല്ല, പ്രത്യുത ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. നാം ദൈവത്തിൻ്റെ കൈവേലയാണ്. ആ ബോധ്യം എപ്പോഴും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ആ ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്ക് താണിരിക്കാം. ആമേൻ, ആമേൻ.